അടങ്ങി നടക്കുന്ന മനുഷ്യ, ഇല്ലെങ്കിൽ സ്വത്ത് മുഴുവൻ അനിയന്മാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. ആരെയും തെറ്റിക്കില്ല. ചേട്ടന്മാരും എന്നതിന് മുമ്പ് അച്ഛനോട് കഷ്ടപ്പാടൊക്കെ പറയണം. അച്ഛാ, അതിന്റെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സ്ഥാനം എത്തി അച്ഛാ. അച്ഛാ, ഞങ്ങൾ വന്നു. നീ എൻ്റെ മൂത്ത സന്തതിയാണ്. നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങി വെച്ചതാണ് ആ ഫുഡ്. അത് ഇനി അങ്ങോട്ടും നിനക്കുള്ളതാണ്. നമ്മളൊരു കഞ്ഞി തന്ത. വല്ലതും പറഞ്ഞോ? എൻ്റെ രണ്ടാമത്തെ സന്തതി ഇല്ലയോ? മകനെ, നീ എൻ്റെ ബെസ്റ്റാണ്. ആ മിക്സി എറണാകുളത്ത് നിന്റെ അമ്മയുടെ കൂടെ ഞാൻ പോയപ്പോൾ വാങ്ങിയതാണ്. അത് ഇന്ന് മുതൽ നിനക്കുള്ളതാണ്. മോനെ കുട്ട, നീ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങി വെച്ചതാണ് ഈ TV. ഇത് ഒരു തകരാറുമില്ല. ഇടക്കിടക്കൊന്ന് തട്ടിക്കൊടുത്താൽ നന്നായിട്ട് പ്രവർത്തിക്കും. എന്തേ? ഒന്നുമില്ല. അല്ല, ഞങ്ങൾക്കൊക്കെ ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നിട്ട് അച്ഛനെങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്? അതുകൊണ്ടൊന്നും എൻ്റെ മക്കളാരും വിഷമിക്കണം. ഞാനേ നമ്മുടെ നിക്ഷാനിൽ നിന്ന് EMI ആയിട്ടേ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും അടിച്ച് പൊളിച്ച് ജീവിച്ചോളാം. സുഖല്ലേ? ഞാൻ ആരാ മോന് മക്കളെ? ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ അച്ഛൻ നമ്മളെ ഉസ്തിയല്ലേ? ഈ പഴയ സാധനം എല്ലാം കൂടി ആ നിക്ഷാനി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അച്ഛനെ കൊണ്ട് അങ്ങനെയെങ്കിലും നല്ല ഉപകാരം ഉണ്ടാവട്ടെ.